കണ്ണൂർ ഇരിട്ടിയിൽ വീടിന്റെ കുളിമുറിയിൽ വലിയൊരു രാജവെമ്പാല. ഇന്നലെ രാത്രിയാണ് രാജവെമ്പാലയെ കണ്ടത്. പാമ്പിനെ പിടികൂടി വനംവകുപ്പ് ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു. ആദ്യം കണ്ടില്ലേ, ഇരിക്കുന്ന സംഭവം കണ്ടില്ലേ, കിടിലൻ കേസാണ്. ഒരു ഒന്ന് രണ്ട് കുളിമുറിക്കൊക്കെ തകയും, അത്രയും വലിപ്പം. ഉടലോടെ സ്വർഗത്ത് പോയി അവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ. എന്റെ വെമ്പാലെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. വെമ്പാല പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ചേർന്ന്. പ്രദീപെ, രാജവെമ്പാല പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിയുന്നു. വനംവകുപ്പുകാരെത്തി പിടിച്ച് കാട്ടിനകത്ത് വിട്ടോ? തീർച്ചയായും വനം വകുപ്പിലെ റെസ്ക്യൂവർ എത്തി രാജവെമ്പാലയെ പിടിച്ച് ഉൾവനത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയാണ് കണ്ണൂർ ഇരിട്ടി ചരളിൽ ബിജേഷിന്റെ വീട്ടിൽ കുളിമുറിയിൽ രാജവെമ്പാലയെ കണ്ടത്. ഒരു ബക്കറ്റിനോട് ചേർന്ന ഒരു സ്ഥലത്ത് ചുരുണ്ട് കിടക്കുന്നതായിരുന്നു. പെട്ടെന്ന് ഒരു ശ്രദ്ധയിൽപ്പെടാത്തതായിരുന്നു. വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. ഉടൻ തന്നെ വനം വകുപ്പിനെ അറിയിച്ചു. ഇരിട്ടി സെക്ഷനിലെ താൽക്കാലിക വാച്ചറും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോടാണ് രാജവെമ്പാലയെ പിടിക്കാൻ വീട്ടിലെത്തിയത്. പിന്നീട് പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ തുറന്നു വിടുകയായിരുന്നു. ഫൈസൽ വിളക്കോട് പിടികൂടുന്ന 121ാമത്തെ രാജവെമ്പാല കൂടിയാണിത്. SKN. ഓക്കെ, താങ്ക് യു പ്രദീപ് നാരായണൻ. എന്തായാലും ഈ രാജവെമ്പാല പിടിക്കപ്പെട്ടു. അവനെ ഉൾവനത്തിലേക്ക് തുറന്നു വിടുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.